പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ പ്രഭാത വചന ചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നൊരു വേദഭാഗം നമുക്ക് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. Now we proclaim to you the good news what God promised our fathers. ദൈവം പ്രവാചകന്മാരിലൂടെ പിതാക്കന്മാരിലൂടെ തലമുറയ്ക്ക് നൽകിയൊരു വാഗ്ദത്തമാണ് മശിഹ. എന്നാൽ അവർ പ്രതീക്ഷിച്ച മശിഹ ഒരു രാജകീയ സാഹചര്യങ്ങളിൽ ജനിക്കപ്പെടുന്ന ഇസ്രയേലിന് രാജ്യം സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെന്നാണ് അവർ കരുതിയത്. അതുകൊണ്ടാണ് യേശു കർത്താവ് ജനിച്ചപ്പോൾ അവനെ തേടി കൊട്ടാരത്തിൽ ഇടയന്മാർ പോകാൻ ഇടയായിത്തീർന്നത്. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ സാക്ഷ്യം രേഖപ്പെടുത്തുന്നു. നമുക്കറിയാം പൗലോസിനെ പറ്റി. യേശു കർത്താവിൻ്റെ മരണത്തിനും സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നതിനും ആദിമസഭയെ ഉപദ്രവിക്കുന്നതിന് മുന്നിട്ട് നിന്ന ശൗൽ ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ എൻകൗണ്ടർ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തു എന്താണെന്നും വ്യക്തമായ അനുഭവം തൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടപ്പോൾ ഇവിടെ അന്ത്യോക്യയിലുള്ള ചർച്ചിൽ ശബത്ത് നാളിൽ വചനം പ്രസംഗിക്കുമ്പോൾ എടുത്തു പറയുന്ന കാര്യമാണ് ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുക്രിസ്തുവിൽ കൂടെ നിവർത്തിച്ചു. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിലൂടെ അത് സംഭവിച്ചു എന്നുള്ളത്. യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, ഞാൻ മരിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാരും അതൊക്കെ കേട്ടു. അതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അധികാലത്തെ കല്ലറയ്ക്കലെത്തി. യേശു കർത്താവ് ഉയർക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്ന സഹോദരിമാർ, മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും ശലോമയും എല്ലാമായി ഒരുക്കിയെടുത്ത സുഗന്ധവർഗവുമായി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് വരുന്ന യേശു ക്രിസ്തുവിനെ പൂശുവാനായി ഒരുക്കിയെടുത്ത സുഗന്ധവർഗവുമായി പോകുന്നു. അപ്പോൾ യേശു കർത്താവ് പ്രഖ്യാപിച്ചൊരു കാര്യമായിരുന്നത് തൻ്റെ ശിഷ്യഗണങ്ങൾ അത് വിശ്വസിച്ചിരുന്നു. അതങ്ങനെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 24-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പത്രോസ് അതെടുത്തു പറയുന്നുണ്ട്. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചു, അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണം അവനെ പിടിച്ചു വയ്ക്കുവാൻ അസാധ്യമായിരുന്നു. ഇവിടെ പൗലോസ് രേഖപ്പെടുത്തിയതും 30-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവമോ അവനെ മരിച്ചു വരുന്നു ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവൻ തന്നോടുകൂടെ ഗലീലയിൽ നിന്നും യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിൻ്റെ മുമ്പാകെ അവൻ്റെ സാക്ഷികളാകുന്നു. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സത്യക്രിസ്ത്യാനികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. ഇത് ലോകത്തിൽ സംഭവിച്ചതാണ്. നമ്മുടെ കർത്താവ് ചരിത്രപുരുഷനാണ്. ലോകത്തെ BC എന്നും AD എന്നും രണ്ടായി തിരിച്ച് ഭൂമിയുടെ മധ്യത്തിൽ യെരുശലേമിൽ അവൻ ജാതനായി നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് മരിച്ചു, ഉയർക്കപ്പെട്ടു. താമസമേന വാനമേഘങ്ങളിൽ തൻ്റെ വിശുദ്ധന്മാരെ സഭയെ ചേർക്കുവാൻ അവൻ കടന്നു വരും. യേശു കർത്താവ് ജനിച്ചില്ലെന്നോ മരിച്ചില്ലെന്നോ ഉയർത്തെഴുന്നേറ്റില്ലെന്നോ ലോകം ആരും എന്തും പറയട്ടെ, ദൈവത്തിനൊരു വിശ്വാസം ഉണ്ടാകണം. ദൈവസഭയെ ഉപദ്രവിച്ച് നടന്ന പൗലോസ് ശൗല് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ആ സത്യം ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. തൻ്റെ കൂടെ നടന്ന പത്രോസ് വിളിച്ചു പറയുന്നത് നമ്മളിവിടെ വായിച്ചു. തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരിമാർ ഒരിക്കൽ സുഗന്ധവർഗമായി യേശു കർത്താവിനെ സ്വീകരിക്കുവാൻ പോയി. പ്രിയദൈവത്തിലെ നിന്റെ ജീവിതത്തിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതായിരിക്കട്ടെ. എൻ്റെ യേശുവിൻ്റെ ഉയർപ്പ് നീ വിശ്വസിക്കുന്നുവെങ്കിൽ, യേശുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ച് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നമ്മെ ഉയർപ്പിക്കുവാൻ അവൻ മതിയായവനാണ്. ആ കർത്താവിൻ്റെ പാദമെടുത്ത് നമ്മളെ ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കുന്നതിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുത്താട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.